Guys, what's up? It's me, Camera. പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇൻട്രോ മേക്കിംഗ് പാർട്ട് 4 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻട്രോ മേക്കിംഗ് 4 അതിൻ്റെ പ്രിവ്യൂ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രിവ്യൂ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ കാരണം. പിന്നെ നമ്മൾ ഇൻട്രോ മേക്കിങ്ങിനാണ് കൂടുതലും വ്യൂസും ആ ഒരു ഇതൊക്കെ കയറുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രോ മേക്കിംഗ് പാർട്ട് 1-ന് ഏകദേശം 1 lakhിൻ്റെ അടുത്ത് 1 lakh പ്ലസ് വ്യൂസ് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ 2, 3, 4 ഒക്കെ ചെയ്യാൻ കാരണം. അപ്പോൾ 1, 2, 3 ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് പോയി കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, അതിനായിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ സെർച്ച് എഞ്ചിൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് നമ്മുടെ റെൻഡർ ഫോറസ്റ്റ് സെർച്ച് ചെയ്യുക. നമ്മൾ റെൻഡർ ഫോറസ്റ്റ് തന്നെയാണ് ഇതും ചെയ്യാൻ പോകുന്നത്. കാരണം റെൻഡർ ഫോറസ്റ്റ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻട്രോ മേക്കിംഗ്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ക്വാളിറ്റി കുറവിലാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വീഡിയോ, ലോഗോ, മേക്കപ്പ്, വെബ്സൈറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും, ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കേണ്ട ഇൻട്രോൻ്റെ ടെംപ്ലേറ്റ് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ബാർ കാണും, ഒരു സെർച്ചിൻ്റെ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈപ്പർ സ്പേസിന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്ത് കാണിക്കാം. ഹൈപ്പർ സ്പേസിന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻട്രോ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ആയി വരും. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്രിയേറ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി നേരം ലോഡ് ചെയ്യാനായിട്ട്, കാരണം നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നല്ല നെറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലോഡാവും. അപ്പോൾ നമ്മൾ ഇതിവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിവിടെ പ്രോസസ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഇത് ഓപ്പൺ ആയി വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിത് ഇവിടെ കുറേ മുകളിൽ തന്നെ കുറേ ഓപ്ഷൻസ് കാണാം. അതിലൊന്നല്ല, അവിടെ യുവർ ലോഗോ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും. നിങ്ങൾ ഇതുവരെയായിട്ട് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗോ ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ലോഗോ ആഡ് ചെയ്യുമ്പോഴായിരിക്കും വരിക, അതിന് മുമ്പൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ലോഗോ കറക്റ്റ് സൈസിനൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് റൊട്ടേറ്റും നമുക്ക് ഫിൽറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇൻ്റർഫേസിങ്ങിന് നമ്മൾ വീണ്ടും വരും. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അത് ഓപ്ഷനിലാണ്, അതൊന്നും വേണ്ട. അപ്പോൾ അല്ല നമ്മുടെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ നെറ്റ് ഇഷ്യൂ കാരനാണ് ഇത് ഇങ്ങനെ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ പെൻസിലിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ലേയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു 4 കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അവിടെ ബ്ലൂ, ഗ്രീൻ, ഒരു ഓറഞ്ച് കളർ, പിന്നെ ഒരു പിങ്ക് കളർ. ഇതിലത്തെ നമുക്ക് 3 കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അത് ഓപ്ഷനിൽ തന്നെയാണ്. അവിടെ നമുക്ക് ആഡ് വോയിസ് ഓവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വോയിസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇനി എന്തായാലും കൈൻമാസ്റ്ററിലിട്ട് ഒന്നും കൂടി എഡിറ്റ് ചെയ്യേണ്ടത് കൊണ്ട് അതിനൊന്നും ആവശ്യമില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പൈസ കൊടുത്താൽ മാത്രമാണ് നമുക്ക് 360p മുകളിൽ റെസൊല്യൂഷനിൽ നമുക്ക് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 360pയിൽ നമ്മുടെ വീഡിയോ ഇവിടെ റെൻഡർ ആവുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെൻഡർ ആവാൻ ഒരു 5 മിനിറ്റ് കൂടി വന്നെടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ അതിൻ്റെ വേറൊരു ഇതിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല 180pയിലൊക്കെ 180pയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം, പൈസ കൊടുക്കണം. എന്നാൽ മന്തിലിയോ വീക്കിലിയോ ഇയർലിയോ അങ്ങനെ എന്തൊക്കെയുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ കാരണം പൈസ കൊടുക്കണ്ട. അപ്പോൾ പൈസ കൊടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടവർ പൈസ കൊടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല റെസൊല്യൂഷനിൽ സാധനം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ വീഡിയോയുടെ എക്സ്പോർട്ടായി തുടങ്ങിയിട്ട് ഇപ്പോൾ 50-60% ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇൻട്രോ ഇവിടെ റെൻഡറായി കഴിഞ്ഞിട്ട്, അപ്പോൾ അതേ നമുക്കിവിടെ അതിൻ്റെ ഒരു വാട്ടർ മാർക്കൊക്കെ വന്നിട്ട് അത് കളയാനായിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിതേ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ബാക്കിയുള്ളതിനൊക്കെ ഒരുമാതിരി കിരീടത്തിൻ്റെ ഓപ്ഷൻ വന്നത്, അതായത് പ്രീമിയർ എടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ കൊടുക്കണം. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമുക്കിതേ അതിൻ്റെ അടിയിൽ തന്നെ ജസ്റ്റ് ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക.
അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നേരെ നമ്മുടെ കൈൻ മാസ്റ്ററിൽ ഓപ്പൺ ചെയ്യുക. നമ്മൾ കൈൻ മാസ്റ്ററിൽ മെയിനായിട്ട് ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു വാട്ടർ മാർക്ക് കളയാനായിട്ടാണ്. അപ്പോൾ ഇത് റെൻഡർ ഫോറസ്റ്റ് മെയ്ഡ് ബൈ റെൻഡർ ഫോറസ്റ്റ് അങ്ങനെ ഈ സൈഡിൽ വരും. അത് കളയാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ മോഡ് വെർഷൻ അല്ല, അതായത് നമ്മുടെ പ്രീമിയം വെർഷൻ അല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വാട്ടർ മാർക്ക് വരും. അപ്പോൾ വാട്ടർ മാർക്ക് നിങ്ങൾ കളയാനായിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു കൈൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ മാർക്കൊന്നും വരില്ല, കുറേ എഫക്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഈക്വൽ ടു ഒരു സിമ്പിൾ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു എൻഡ് പോർഷനിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും ആ വാട്ടർ മാർക്ക് എങ്ങനെ കളയാമെന്ന്. അപ്പോൾ നമ്മുടെ വാട്ടർ മാർക്ക് ഇവിടെ ഫുള്ള് പോയിട്ടുള്ള ഒരു ചെറുതായിട്ടൊന്ന് പൊന്തി നിൽക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് സെറ്റാക്കി കറക്റ്റാക്കി വെക്കുക. അപ്പോൾ രണ്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൂം ചെയ്ത് അപ്പോൾ കറക്റ്റാക്കി വെക്കുക. അവിടെ ആ ഒരു ഈക്വൽ ടു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ സൂമായി പോകും, അത് ബോറായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്ടർ മാർക്ക് കൂടെ കളഞ്ഞിട്ട് ഇനി കൈൻ മാസ്റ്ററിൻ്റെ വാട്ടർ മാർക്ക് കളയാനായിട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടോ കൈൻ മാസ്റ്ററിൻ്റെ, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ കുറേ പേർക്കൊക്കെ നമ്മുടെ ഈ കൈൻ മാസ്റ്റർ വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൈൻ മാസ്റ്ററിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഒരു കൈൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫോട്ടോയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യണം. കാരണം നമ്മുടെ ലോഗോയും കൂടി അവസാനം ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇഷ്ടം പോലെ ഇവർ തന്നെ കുറേ നമുക്ക് ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നല്ലതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രീമിയം എടുക്കേണ്ടി വരും, അതായത് പൈസ കൊടുത്തിട്ട് വേണം ആ ട്രാൻസാക്ഷൻസ് എടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് കാട്ടി തന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനത് കാണിക്കുന്നില്ല, കാരണം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാട്ടിയതാണ്. അവിടെ ഒരു സ്റ്റോഴ്സിൽ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അവിടെ ജസ്റ്റ് ആക്സിലറേഷൻ ഒന്ന് നോക്കിയാൽ മതി. അവിടെ പിന്നെ ഞാൻ ഒരു കാര്യം മറന്നു. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഇൻട്രോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു. നിങ്ങളെല്ലാ ഫിൽറ്റേഴ്സും ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വീട് നേരെ എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക. ഇവിടെ നമുക്ക് 720p 30 FPS ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻട്രോ മേക്കിംഗ് പാർട്ട് 1 1 lakh+ വ്യൂസ് കയറിയിട്ടുണ്ട്. അതിൻ്റെ അത്രയും തന്നെ ഒരു ഡൗട്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സൊല്യൂഷൻ വീഡിയോ എന്ന് പറഞ്ഞ് രണ്ടാമത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തേക്കാം. അപ്പോൾ അതിലും വന്ന് കുറേ പേര് ഇതുപോലെ തന്നെ ഡൗട്ട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിലും ചിലതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അതെല്ലാം ബാക്ക് അടിച്ചിട്ട് ആദ്യം പുതിയ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അവൻ്റെ യൂട്യൂബിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അവനൊരു നല്ല ഫ്രീ ഫയർ പ്ലെയറാണ്. അപ്പോൾ രജിസ്റ്റാറിൻ്റെ അച്ഛൻ എന്നൊക്കെയാണ് ഞങ്ങൾ അവനെ വിളിക്കാറ്. അപ്പോൾ അവനിങ്ങനെ മോണ്ടേജ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊന്ന് കയറി സപ്പോർട്ട് കാണിക്കുക. അപ്പോൾ അവൻ റോഡ് ടു എത്രയാണ് സബ്സ്ക്രൈബേഴ്സാണ്, അപ്പോൾ നമ്മൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്ത് പവർ കാണിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല, കാരണം അവൻ എന്തായാലും അവനൊരു 10K+ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നമുക്കാണെങ്കിൽ വെറും 600. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ജസ്റ്റ് അടിയിൽ എൻ്റെയും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കയറി ഫോളോ ചെയ്തിടാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ടിനി മറ്റൊരു ദിവസം വരും. അപ്പോൾ ഇറ്റ്സ് മീ ക്യാച്ച് ക്യാമറ സൈനിങ് ഓഫ്.